ഹായ് ഓൾ, വെൽക്കം ടു വിഷൻ വിക്ടറി യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇപ്പോൾ 2025 അവസാനിക്കാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. പക്ഷേ PFE ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസംബർ എന്ന് വെച്ചാൽ അവസരങ്ങളുടെ പെരുമഴയായിരുന്നു എന്ന് വേണം പറയാൻ. ധാരാളം വിജ്ഞാപനങ്ങൾ വന്നു. ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കൂടാതെ FBCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള വിജ്ഞാപനം, ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങളുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണെങ്കിൽ VFA, ബെബ്കോ LD, അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGF, ഇങ്ങനെ ഒട്ടനവധി വിജ്ഞാപനങ്ങൾ ഈ വർഷം അവസാനം നടക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം പരീക്ഷകൾ നടക്കാൻ പോകുന്നത് 2026-ലാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും 2026 എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റിയെ, ഈ അവസരത്തെ ഉപയോഗിക്കണോ വേണ്ടയോ, നേടിയെടുക്കണോ വിട്ടുകളയണോ എന്നുള്ളത് പൂർണ്ണമായും നമ്മുടെ ചോയ്സാണ്. എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ പഠിക്കാൻ നല്ലൊരു ആവേശം കാണും. കാരണം അതങ്ങനെയാണല്ലോ, വിജ്ഞാപനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ ചിലരൊക്കെ കാണും, ഓൾറെഡി അവർ ഇങ്ങനെ വിജ്ഞാപനങ്ങളൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ കോഴ്സിലൊക്കെ ചേർന്നിട്ടുണ്ടാവും. പെയ്ഡായിട്ട് ഓൺലൈനായോ ഓഫ്ലൈനായോ ഒക്കെ ഏതെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒത്തിരി പെൻഡിങ് വന്നിട്ടുള്ളവർ കാണും. ഇനി ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ പോകുന്നവർ കാണും. ഇതുവരെ PFE ഒന്നും എഴുതിയിട്ടില്ല, എന്നാൽ നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്കെ പോലെ എന്താ പറയുക, വേക്കൻസി ഉള്ള ധാരാളം പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് തുടങ്ങാം. അങ്ങനെ ബിഗിനേഴ്സ് കാണും, ഒത്തിരി ആളുകൾ കാണും. അപ്പോൾ ഇനി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് നേടാൻ സാധിക്കും. കാരണം നമ്മുടെ മുന്നിൽ ടൈമുണ്ട്. ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള, ഒരു കട്ട് ഓഫിനേക്കാൾ ഒരു 5-10 മാർക്ക് അധികം നേടാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഇനിയുമുണ്ട്. പക്ഷേ ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇത്രയും സമയം ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു 30 days സ്റ്റഡി പ്ലാനാണ്, അല്ലേ? ഇതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ പെൻഡിങ് വന്ന് ഓരോ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പെൻഡിങ് വന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത ഒത്തിരി പേര് കാണും. അവർക്കൊരു ഫ്രഷ് ബിഗിനിങ് ആയിട്ട് നമ്മുടെ പെൻഡിങ് ഒക്കെ തീർത്ത് നമുക്ക് അപ് ടു ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാൻ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ളൊരു രീതിക്കാണ് ഈ പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് 30 days എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 120 days സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് 30. തുടക്കം തന്നെ 120 ദിവസം പഠിക്കണം, അല്ലെങ്കിൽ 100 ദിവസം പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അയ്യോ അത്രയൊക്കെ പറ്റുമോ, അങ്ങനെ ഒരു ഫീലിംഗ് വരും. അത് മാറ്റാനായിട്ടാണ് നമ്മൾ വെറും 30 days. ഈ 30 days എന്ന് പറയുന്നത് ഒരു മാസം, അത്രേ ഉള്ളൂ. നമ്മൾ തിങ്കളാഴ്ച December 29 തിങ്കളാഴ്ച മുതലാണ് ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ടാവുന്നത്. January 31 വരെ ഉണ്ട്. അതായത് നമ്മളിതിൽ ഞായറാഴ്ചകൾ കൂട്ടിയിട്ടില്ല. ജനുവരി മാസത്തിൽ ഏകദേശം 4 ഞായറാഴ്ചകളുണ്ട്. അത്രയും ഞായറാഴ്ചകളെ നമ്മളൊരു റിവിഷൻ ഡേ ആയിട്ട് ഉപയോഗിക്കുവാണ്. പഠിക്കാനുള്ള ഡേയ്സ് അല്ല, മറിച്ച് അത്രയും ആഴ്ച അല്ലെങ്കിൽ അത്രയും ദിവസം പഠിച്ചത് ഒന്നുകൂടി റിവിഷൻ ചെയ്യാനുള്ളൊരു ടൈമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ 30 days എന്ന് വന്നിരിക്കുന്നത്. ഇനി ഈ 30 ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കണം? നമുക്കറിയാം, ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 50 മാർക്കോളം വരുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്നീ ഏരിയാസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് കോർ എന്നും പറഞ്ഞ് ഇംഗ്ലീഷ്, മലയാളം, മാത്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കോർ എന്ന് ഇതിനെ വിളിക്കാൻ കാരണം എന്താണ്? 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്, മലയാളം 10 മാർക്ക്, അങ്ങനെ 50 മാർക്ക്. ഒരു പരീക്ഷയുടെ 50% മാർക്ക് വരുന്നത് ഈ 3 ഏരിയാസിൽ നിന്നാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഇംഗ്ലീഷും മലയാളവും മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഇനി മാത്സിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ആദ്യം സിലബസ് പഠിക്കുക എന്നുള്ളതാണ്. കാരണം മാത്സ് എനിക്ക് ഒത്തിരി പോർഷൻസ് കവർ ആവാതെ ഉണ്ട്. ഓൾറെഡി സിലബസ് ഒക്കെ പഠിച്ചവർക്കാണോ, അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ അറിയാം, അത്യാവശ്യം മാത്സിൽ എന്താ പറയുക ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് പിന്നെയും സിലബസ് ഒന്നേ ഇരുന്ന് പഠിക്കേണ്ട, മറിച്ച് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. എനിക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ ഏകദേശം ആ ടോപ്പിക്സ് ഒക്കെ കവേർഡാണ്. അതുകൊണ്ടാണ് അതിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ടും മാത്സിൽ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്സും പഠിക്കാമെന്ന് കരുതുന്നത്. ഇനി അടുത്ത ഭാഗം, ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അടുത്ത ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് GK ആണ്. ഇതിപ്പോൾ ഡെയിലി എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഡെയിലി ടോപ്പിക് 1, ടോപ്പിക് 2 അങ്ങനെ 2 ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്ക് ഏതെങ്കിലും 2 ടോപ്പിക്ക് പഠിക്കാം. പക്ഷേ ഫ്രഷ് അല്ല, ബിഗിനർ അല്ല, മറിച്ച് കുറേ നാളായിട്ട് PFE പഠിക്കുന്നു, കുറേ കോഴ്സൊക്കെ എടുത്തിട്ടുണ്ട്, നിറയെ പെൻഡിങ് ആണ്, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോപ്പിക്ക് 1ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ഡേ, ഇത്രയും നാളത്തെ പെൻഡിങ് വിട്, ഈ ഡേ നിങ്ങൾക്ക് പഠിക്കാനൊരു കാര്യം കാണുമല്ലോ. നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ, നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റഡി പ്ലാനില്ലേ, നിങ്ങൾ പേ ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങൾക്ക് ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ കാണും. അതിനെ ടോപ്പിക്ക് 1 എടുക്കുക.
അതേപോലെ തന്നെ നിങ്ങൾ പെൻഡിങ് ആയിട്ടിട്ട ഒത്തിരി കാര്യങ്ങൾ കാണും. നിങ്ങൾക്ക് പഠിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത ടോപ്പിക്കുകൾ കാണും. അതിനെ ടോപ്പിക്ക് 2 എടുക്കുക. ഇനി അടുത്തത് കറണ്ട് അഫെയർ ഡിഗ്രി പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര എളുപ്പമുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പുറകെ നല്ല കറണ്ട് അഫെയർ ചോദിച്ചിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നടന്ന BFED ഒക്കെ എക്സാം നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് കറണ്ട് അഫെയർസാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസംബർ 15 മുതലുള്ള കറണ്ട് അഫെയർ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ GK പോർഷൻ കവർ ആവുന്നുണ്ട്, നമ്മുടെ കോറായിട്ടുള്ള ഇംഗ്ലീഷ് മലയാളം മാത്സ് കവർ ആവുന്നുണ്ട്, കറണ്ട് അഫെയറും ഈ സ്റ്റഡി പ്ലാനിൽ കവർ ആകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇത് ഡിഗ്രി പ്രിലിംസിന് മാത്രമല്ല, VFA, വെബ്കോ LD, കമ്പനി ബോർഡ് LGF, കൂടാതെ ഫോഴ്സ് പരീക്ഷകൾ, 12ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷകൾ, എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ VFAക്കൊക്കെ ആണെങ്കിലും ഏകദേശം 30 മാർക്കോളം ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്ക് ഒരു പരീക്ഷയ്ക്കും ഇംഗ്ലീഷ് മലയാളം മാത്സിന് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. ഇതിൽ കമ്പനി ബോർഡ് LGF മാത്രമായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് മലയാളം ഉണ്ടാവാൻ സാധ്യതയുണ്ടോയെന്നറിയില്ല. പക്ഷേ എന്നാൽ പോലും മാത്സും മറ്റ് GK ടോപ്പിക്കുകളും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു എക്സാമിനും ഫോളോ ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണിത്. അപ്പോൾ നമ്മൾ ഡിസംബർ 29 തിങ്കളാഴ്ച മുതലാണ് ഈ ഡെയിലി പ്ലാൻ തുടങ്ങുന്നത്. അങ്ങനെ ഡിസംബർ 29 തിങ്കളാഴ്ച നമ്മൾ പഠിക്കുന്നു, ചൊവ്വാഴ്ച പഠിക്കുന്നു, ബുധനാഴ്ച പഠിക്കുന്നു, അങ്ങനെ ശനിയാഴ്ച വരെ നമ്മൾ പഠിക്കുന്നു. ഞായറാഴ്ച നമ്മൾ അത്രയും ദിവസം തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 30 ദിവസം നമ്മൾ കവർ ചെയ്യുന്നു. ഇങ്ങനെ 30 ദിവസങ്ങൾ കൺസിസ്റ്റൻ്റായി പഠിക്കുമ്പോൾ പഠനം നിങ്ങളുടെ ശീലമാവുകയും ദിനചര്യയുടെ ഭാഗമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് ഒരു ഫ്രഷ് ബിഗിനിങ്ങിനുള്ള, ഒരു പുതിയ തുടക്കത്തിനുള്ള ഒരവസരം ഈ പുതുവത്സര ദിനത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ വർഷം തുടങ്ങുന്ന ആ ഒരു മൊമെൻറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ജേണിയുടെ ഭാഗമാവണം. എല്ലാ ദിവസവും എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ കവർ ചെയ്തു, Day 1, Day 2 ആ ഒരു ഓർഡറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒരു മോഡലാക്കി എടുക്കാം. എന്തായാലും എല്ലാവരും പഠിക്കുക, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, ടൈം അനുസരിച്ച്. ഇതിൽ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ദിവസം ഏകദേശം 6 മണിക്കൂറെങ്കിലും പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 30 ദിവസം നമ്മൾ 6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ വി ഹാവ് കംപ്ലീറ്റഡ് 180 hours ഓഫ് സ്റ്റഡി. അങ്ങനെ ഒരു ദിവസം 6 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ ഏകദേശം 180 മണിക്കൂറുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 180 ഒന്നും എത്തിയില്ലെങ്കിലും ഒരു 150 അല്ലെങ്കിൽ ഒരു 120 മണിക്കൂറെങ്കിലും നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് പഠിക്കുക. 6 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം വീട്ടമ്മമാർക്കും സാധിക്കും. രാവിലെ കുറച്ച് നേരത്തെ ഉണരുകയും കുട്ടികളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞുള്ള സമയവും രാത്രി കുറച്ച് വൈകി ഉറങ്ങുമോ, അങ്ങനെയൊക്കെ നമുക്കൊരു 6 മണിക്കൂർ തീർച്ചയായിട്ടും കണ്ടെത്താൻ സാധിക്കും. ഇനി അതും പോട്ടെ, ഒരു 4 മണിക്കൂറെങ്കിലും ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം. മാർക്ക് കൂടുതലുള്ള ഏരിയകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കാം. അപ്പോൾ ഈ ഒരു ജേണിയിൽ എല്ലാവരും ഉണ്ടാവണം. ഈ 30 ഡേയ്സ് നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നേറാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മളെ ഫോളോ ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്